നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് തെളിവ് ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ കൃത്യമായ വിവരങ്ങളോടെ രാഹുൽ ഗാന്ധി വിശദീകരണം നൽകിയപ്പോൾ ഈ വിഷയത്തിൽ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് BR ഗവായി ചില സുപ്രധാന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് വളരെ വ്യക്തമായി അറിയാം. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തെ വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ സംശയത്തിന് നിഴലിൽ നിർത്താൻ കഴിയില്ലെന്നും അത്തരം നടപടികൾ അപകീർത്തിപ്പെടുത്തലിന് വഴിയൊരുക്കുമെന്നും അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അദ്ദേഹത്തിന് വളരെ വ്യക്തവും കൃത്യവുമായി ബോധ്യമുണ്ട്. ജസ്റ്റിസ് BR ഗവായി ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടെന്നും ലോക്സഭാ സീറ്റുകളിലെ വോട്ടർ പട്ടികയെക്കുറിച്ചും അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേടുകളെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായ തെളിവുകളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതാണ്: അമേഠിയിലോ റായ്ബറേലിയിലോ അതുപോലെ വയനാട്ടിലോ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നതായിട്ട് BJPക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അവർ അത് തെളിയിക്കട്ടെ, അത് ചെയ്യട്ടെ. അത്തരത്തിലുള്ള കള്ള വോട്ടുകൾ എവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർ തെളിയിക്കട്ടെ. ഞങ്ങൾ നിയമ പോരാട്ടത്തിന് തയ്യാറാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല. ഈ രാജ്യത്തെ പൗരന്മാരോട് ഞങ്ങൾക്കൊരു കടമയുണ്ട്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കേണ്ടതുണ്ട്. അത് മനുസ്മൃതിയും ഹെഡ്ഗോവാറിൻ്റെയും ഗോൾവാക്കറിൻ്റെയും ആശയങ്ങൾ നടപ്പിലാക്കാനുള്ളതല്ല. കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നുവെന്ന് അഹങ്കരിക്കുന്ന BJP ഏതുതരം വോട്ട് അട്ടിമറികളിലൂടെയാണ് മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് എന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു. ഇത് ചില്ലറ പൊട്ടിത്തെറിയൊന്നുമല്ല, മറിച്ചൊരു വലിയ സ്ഫോടനം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളിലെയും കണക്കുകൾ കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ സഖ്യവും പുറത്തുവിട്ടിരുന്നു. പ്രതിപക്ഷ MPമാരെ അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആ മാർച്ച് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടന്ന ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. TN ശേഷനെ പോലെയുള്ള മഹത് വ്യക്തികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദവിയിൽ ഇരുന്നപ്പോൾ ഇന്ത്യയിൽ പക്ഷപാതരഹിതവും അതോടൊപ്പം തന്നെ ചിട്ടയായതുമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നതെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. അതേ കസേരയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ നടപടി അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിക്കുന്നു. തങ്ങൾക്ക് സുപ്രീം കോടതിയെ അല്ലാതെ മറ്റൊരു ആശ്രയമില്ലെന്നും കോടതി ഞങ്ങളെ കൈവിടരുതെന്നും രാഹുൽ ഗാന്ധി കോടതിയിൽ തുറന്നു പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം വിജയത്തിലേക്ക് എന്നതാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്.